തിരുവനന്തപുരത്തേക്ക് പോയാലോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന് പ്രതീക്ഷ വാങ്ങുകയാണ്. അവർ എപ്പോഴും സമരത്തിൽ തന്നെയാണ്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുന്നു ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലാണ്. ജോലി ഉറപ്പായിട്ടും ജോലി ലഭിക്കാതെ തുടരുന്ന ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നിലപാടിലേക്കാണ് പോകുന്നത്? നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇന്ന് സമരം തുടങ്ങിയിട്ട് ഇത് 41ാമത്തെ ദിവസമാണ്. ഈ 41 ദിവസങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലവുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാട് നമുക്കുണ്ടായിട്ടില്ല. മാത്രമല്ല, ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ DYFI പോലും നമ്മുടെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വയ്യാത്തൊരു വസ്തുത എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇലക്ഷന് ഇത്രയും ഉദ്യോഗാർത്ഥികൾ, അതായത് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. മാത്രമല്ല, 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ, കുടുംബങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ പിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇനി വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലോട്ടാണ് വരുന്നത്. അതായത് അത്രത്തോളം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളാണ് ഇവിടെ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അതിനുമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ജനാധിപത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പോലും ഒരു സത്യനീതിയും പാലിക്കപ്പെടാത്തൊരവസ്ഥ, കഴിഞ്ഞ 5 വർഷത്തിന് ഒരു ഫലം കിട്ടാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതുവരെയായിട്ടും കണ്ണു തുറക്കാത്ത ഒരു സർക്കാരും ഇവിടെ കിടന്ന് മുട്ടിലെഴേണ്ടി വരുന്ന, അല്ലെങ്കിൽ തല മുട്ടടിക്കേണ്ടി വരുന്ന കുറെ ഉദ്യോഗാർത്ഥികളും, ഇവിടെ എവിടെയാണ് തുല്യനീതി എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഈ വോട്ട് എങ്ങനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ വീട്ടുകാരൊക്കെയും ഇതിൽ ഉൾപ്പെടുവോ, അതോ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും? അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മളിത് വേറെ കാട്ടിനകത്തോ വേറെ എങ്ങും അല്ല നമ്മൾ ഈ സമരം നടത്തുന്നത്. അതായത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിലാണ്, ഇത്രയും ജനങ്ങളെ മധ്യത്തിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. അവരെയും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇവർ ഈ CPO അവർ മാത്രമല്ല ഈ ഒരു സമരത്തിന് നിൽക്കുന്നത്. പലരും പല രംഗത്ത് സമരം ചെയ്യുന്നു. അവരുടെ സ്വരം കേൾക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികളും മുന്നണികളും പാർട്ടികളും ഒക്കെ സർക്കാർ പ്രത്യേകിച്ചും കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യവുമുണ്ട്.